പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം കൃതിഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഭാഗവതത്തിലെ രാമായണം 2 ദിവസത്തെയാണ് നമ്മൾ പറഞ്ഞത്. കഥ കിഷ്കിന്ധാകാന്ഡം വരേക്ക് സമുദ്രതീരത്ത് എത്തി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. സുന്ദരകാന്ഡത്തെ പറ്റി വലിയൊരു പ്രസ്താവന ഇതിൽ ഇല്ല. കിഷ്കിന്ധ കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധത്തിലേക്കാണ് കിടക്കുകയാണ്. സുന്ദരകാന്ഡം വളരെ കുറച്ചേ ഉള്ളൂല്ലോ രാമായണത്തിൽ. പക്ഷേ വാൽമീകി രാമായണത്തിൽ 68 സർഗ്ഗം ഉണ്ട് കേട്ടോ, ഒട്ടും കുറച്ചിട്ടില്ല. ഇവിടെ അത് ഹനുമാൻ ചാടി കടന്ന് കണ്ടു വന്നു എന്നുള്ളൊരു കാര്യം ആയതുകൊണ്ടോ എന്തോ ഇവിടെ അധികം പ്രസ്താവം കാണുന്നില്ല. സമുദ്രം കടന്നു എന്ന് പറയുമ്പോഴേക്കും എന്തായി, യുദ്ധകാന്ഡത്തിലേക്കാണ് പിന്നെ നേരെ കിടക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് കുറച്ച് ശ്ലോകങ്ങൾ. യദ്രോഷ ബ്രഹ്മവിവൃത്ത കടാക്ഷപാദ സംഭ്രാന്ത നക്രമകരോ ഭയഗീർണഘോഷ സിന്ധുശിരസർഹണം പരിഗൃഹ്യരൂപി പാദാരവിന്ദം ഉപഗമ്യ ബഭാഷയേത്. ഏതൊരു ഭഗവാൻ ആണ് സീതലങ്കയിലുണ്ട് എന്ന് ഹനുമാനാൽ അറിയപ്പെട്ട് ആ സമുദ്രം കടക്കാൻ വേണ്ടിയിട്ട് വഴി ചോദിച്ച സമയത്ത്, സമുദ്രം വിസമ്മതിച്ച സമയത്ത് താൻ വളരെയേറെ വിറയ്ക്കുന്ന ശരീരത്തോടു കൂടി പറഞ്ഞു എന്നാണ്. യദ്രോഷ വിഭ്രമവിവൃത്ത കടാക്ഷപാത. വഴിയൊക്കെ തരാനായിട്ട് പാടുമോ? എല്ലാവരും അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ എന്താണ് ചെയ്യുക എന്നങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ വളരെയധികം ദേഷ്യപ്പെട്ടു. ആ സാത്വികഭാവമൊക്കെ ഇങ്ങോട്ട് പോയി. ശിരസ്യർഹണം പരിഗൃഹ്യരൂപി പാദാരവിന്ദം ഉപഗമ്യ ബഭാഷേത്. ഭഗവാന്റെ പാദത്തിൽ സമുദ്രദേവൻ വന്നിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. കുറ്റം പറഞ്ഞിട്ടേ ഈ കൃഷ്ണാവതാരം വർണ്ണിക്കുമ്പോഴും ഇതേപോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ കാളിന്തി നദി കൃഷ്ണരെ കയ്യിലെടുത്തിട്ട് നടന്നപ്പോൾ 2 ദിക്കിലേക്കും അങ്ങോട്ട് മാറി നിന്നു എന്ന് പറഞ്ഞു. ശുഗമാഷിക്കയുടെ സംശയം, പരീക്ഷത്തിനൊറ്റത് വിശ്വാസ അവാർഡ് വരുമോ? ഒരാളാണ് പോയപ്പോൾ നദിയാണ്ട് മാറി നിൽക്കുക. പരീക്ഷത്തെ അങ്ങനെ സംശയിക്കണ്ട കേട്ടോ. ഇവിടെ ആരാ തലയിൽ അല്ലെങ്കിൽ കയ്യിൽ വസുദേവരുടെ അറിയോ? സമുദ്രത്തെ വിറപ്പിച്ചിട്ടുണ്ട് രാമാവതാര കാലത്ത്. അതിൽ മീതിയുണ്ടോ നദി? സമുദ്രവും നദിയായ ഏതാ മീതെ? സമുദ്രം തന്നെയല്ലേ. ആ സമുദ്രത്തെ വിറപ്പിച്ചിട്ടുള്ള ഭഗവാനെ കയ്യിലെടുത്തിട്ടാണ് വസുദേവർ ഈ കുട്ടിയെടുത്തിട്ട് നല്ല മഴയത്താണെന്നാണ് പോണത്. അപ്പോൾ സമുദ്രം വഴിമാറിയെന്നൊന്നും പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാതിരിക്കണ്ട. അതും സംഭവിക്കും, അതിലപ്പുറവും സംഭവിക്കും. മല വിഴുങ്ങണ ഭൂതത്തിന് കഥക് പലകെ പപ്പടം എന്ന് പറയും നമ്മളില്ലേ. മല വിഴുങ്ങണ ഭൂതത്തിന് ഈ വാതിലടച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെ എത്തും, എന്തും ചെയ്യും, വീടടക്കം എന്തും കാട്ടും ഇല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ അപ്പോൾ ഈ കാര്യത്തെ ഓർത്തിരിക്കണം. എന്താണ് സമുദ്രദേവൻ പറഞ്ഞത്? സ്വപ്നത്വം ഭയം ജഡതിയോനു വിദാമഭൂമൻ കൂടത്തമാതി പുരുഷൻ ജഗദാമതീശം യത്തത്തതുലഗണരജസപ്രജേശ മന്നോച്ച ഭൂതപതയത്ത ഭവാൻ ഗുണേശ. അറിയണം സർവേശ്വര, ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്. മായാൽ മോഹിക്കപ്പെട്ട ജഡതീയം വിവരമില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ ആണ്. അങ്ങനെയുള്ള അങ്ങ് സർവ്വശരീരത്തിൻ്റെ ഉള്ളിലും പൂർണ്ണനായിട്ട് വിളങ്ങുന്നതായ അങ്ങയുടെ മായ, അതിനെ കടക്കാൻ സാധിക്കുമോ? അപ്പോൾ ആ മായയിൽ ഒരു നിമിഷം കുടുങ്ങിയതുകൊണ്ടാണ് ഇത്തരം തെറ്റുകൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്. ആ തെറ്റിൽ ചാടി വന്ന് ചാടേണ്ടതായി വന്നത്. കൂടസ്ഥനാണ്, ആദിപുരുഷനാണ്, ജഗദാമധീശനാണ്, ജഗത്തിൻ്റെ നാഥനുമാണ്. യത്തത്തതുലഗണാരജസപ്രദേശ. ഞങ്ങളിത് രജോഗുണ പ്രഭാവത്തിലുള്ളതായ രീതിയിലൊക്കെയാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ മഹാത്മ്യം മനസ്സിലാക്കാണ്ട് വഴി തരാനായിക്കൊണ്ട് വിസമ്മതിച്ചത്. പക്ഷെ അങ്ങ് ഈ അവതാരങ്ങളൊക്കെ എടുത്താലും അങ്ങ് അല്ലാണ്ടാവണമെന്നില്ല. ദേവസമൂഹങ്ങളൊക്കെ രജോഗുണത്തിൽ നിന്ന്, അതുപോലെ തന്നെ പ്രജാപതികൾ തമോ ഗുണത്തിൽ നിന്നുണ്ടായി. ഇങ്ങനെ അങ്ങയുടെ തമോ ഗുണത്തിൽ നിന്ന് ദേവന്മാർ സാത്വിക ഗുണത്തിൽ നിന്നും പ്രജാപതിയുടെ രജോ ഗുണത്തിൽ നിന്നും രുദ്രൻ തമോ ഗുണത്തിൽ നിന്നും ഉണ്ടായി എന്നാണല്ലോ ഇവിടെ പറയണത്. അതാണ് അവിടെ പറഞ്ഞത്. യത്സത്വത സുരഗണ രജസപ്രദേശ. സത്വത സുരഗണ, സത്വത്തിൽ നിന്ന് സുരഗണങ്ങൾ. രജസപ്രദേശ,
രജോ ഗുണത്തിൽ നിന്ന് പ്രജാപതികൾ, മന്യുവച്ച ഭൂതപതയോ, മന്യു പറഞ്ഞ ദേഷ്യം, അതിൽ നിന്ന് ഭൂതപതയ രുദ്രാദികളുണ്ടായി. സ ഭവാൻ ഗുണേശ, അങ്ങനെ നിർഗുണനായി വിളങ്ങുന്നു. അതാണ് ഭഗവാന്റെ മാഹാത്മ്യം. അത് മുഴുവൻ അറിയാണ്ട് ഞാൻ പറഞ്ഞ അപരാധം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. കാമം പ്രയാക്കി ജിഗിവിശ്ചവശോകമേഹം ത്രൈലോക്യ രാവണം അവാപ്നുകി വീരപത്നിം പത്നീസേത് വിഗതേ യശസോ വിദത്തേ ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപ. ഹേ വീര, അങ്ങ് രാവണനെ വധിച്ചാലും ഈ സമുദ്രമാണല്ലോ, എന്നെ ചാടിക്കടന്ന്, സമുദ്രം പറയണം, എൻ്റെ മീതെ ചാടിക്കടന്ന് ചിറകെട്ടി യുദ്ധം ചെയ്ത രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്താലും ബത്നീകി സേതുവിനെ ബന്ധിച്ചാലും വഴി തന്നിരിക്കുന്നു, ഇനി കോപിക്കരുതേ എന്ന് പറയണം. അങ്ങനെ ആ എല്ലാ ദിക്കുകളെയും ജയിക്കുന്നതായിട്ടുള്ള രാജാക്കന്മാർ, എല്ലാ രാജാക്കന്മാരും അങ്ങയുടെ കീർത്തി ഗാനം ചെയ്യും, ഉറക്കെ പാടും. അങ്ങനെ അങ്ങ് ലോകപ്രശസ്തമായിട്ട് തീരൂ, എന്നെ ചവിട്ടിപ്പോയി, എൻ്റെ മീതെ പോയി ആ രാവണനെ വധിച്ച് അവതാരകാര്യത്തെ വേണ്ട പോലെ നിർവഹിക്കണമേ എന്ന് പറയണം. ഇതൊക്കെ യുദ്ധകാണ്ഡത്തിൻ്റെ ആരംഭമായിട്ടേ ഉള്ളൂ. വ്രണബദ്ധോദോ രഘുപതിർവിപിതാദ്രി കൂടൈ സേതും കപീന്ദ്ര കരകമ്പിതപൂരുഹാംഗൈ സുഗ്രീവ നീല കനുമപ്നോകേർ അനീകേർ ലങ്കാം വിഭീഷണ ദിശാവിശദഗ്രദഗ്ധാം. പിന്നീട് പലതരത്തിലുള്ള കപീന്ദ്രന്മാർ, അല്ലെ, പഞ്ചവാനരന്മാരാണ് ഈ സുഗ്രീവനും അടക്കമുള്ള മന്ത്രിമാർ. അവർ നീലൻ, നളൻ, പനസൻ ഇവരൊക്കെയാണ് വരിക. സുഗ്രീവനും ഹനുമാനും അവരെല്ലാവരും കൊണ്ടുവരപ്പെട്ട മരങ്ങൾ, കല്ലുകൾ മുതലായിട്ടുള്ളത് കൊണ്ട് സേതും കപീന്ദ്ര കരകമ്പിത, കപീന്ദ്രന്മാരുടെ കരത്താൽ അവിടെ ആകെക്കൂടി പ്രകമ്പനം കൊണ്ടു, ഇല്ലേ, അങ്ങനെ വന്ന് കവികളാൽ കെട്ടിയതായിട്ടുള്ള സേതു കടന്ന് സുഗ്രീവ നീല ഹനുമൻ, സുഗ്രീവനും നീലനും ഹനുമാനാലും അവരാൽ പ്രമുഖൈ അങ്ങനെയുള്ളവരായിരിക്കുന്ന വാനരന്മാരോട് കൂടിയിട്ട് ലങ്കയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയണം. ശ്രീരാഘവൻ സീതാ അന്വേഷണത്തിൽ ഹനുമാനാൽ ദഹിപ്പിക്കപ്പെട്ട ലങ്കയിലേക്ക് പ്രവേശിച്ചു. ലങ്കയുടെ കുറേ ഭാഗമൊക്കെ ഹനുമാൻ കഴിച്ചിരിക്കുന്നു, ആവണിവിർക്ക് ലാഭായി. അതാണ് വിഭീഷണ ദിശാ വിശദ അഗ്രദഗ്ധാം, ഇതിനു മുമ്പേ തന്നെ ഹനുമാൻ ദഹിപ്പിച്ചതായിട്ട് ലങ്കയിലേക്ക് പ്രവേശിച്ചു. അവിടെ കത്താത്തതായിട്ട് 2 ഭാഗമേ ഉള്ളൂ. ഒന്ന് സീത ഇരിക്കുന്ന സ്ഥലം, എങ്ങനെ അതൊക്കെ സഹായിച്ചറിയില്ല, ഇത്രയും വലിയ അഗ്നിനാളങ്ങളുടെ ഇടയിലേ. വിഭീഷണ ഗൃഹം രക്ഷിച്ചു, സീതയുടെ ഗൃഹവും രക്ഷിച്ചു, അല്ലാത്തതൊക്കെ കഥ കഴിച്ചിരിക്കണമെന്ന് പറയണം. അങ്ങനത്തെ ലങ്കയിലേക്കാണ് പ്രവേശിച്ചത്. പിന്നെ ബാക്കി പണിയല്ലേ എടുക്കണ്ടു. രക്ഷപ്പതിത്തതപലോക്യ നികുംഭ കുംഭധൂമ്രാക്ഷ ദുർഭകസുരാന്ത നരാന്തകാദിൻ പുത്രം പ്രകർത്തമതികായ നിഗംബനാദിൻ സർവാനുഗാം സമഹിനോദത കുംഭകർണം. എത്ര ആളെ കൊന്നു ഒരു ശ്ലോകത്തിൽ അറിയോ? നികുംബൻ, കുംഭൻ, ധൂമ്രാക്ഷൻ, ദുർമുഖൻ, സുരാന്തകൻ, നരാന്തകൻ മുതലായവരും അവർക്ക് ശേഷം പുത്രന്മാരായിരിക്കുന്ന രാവണപുത്രന്മാരായിരിക്കുന്ന ഇന്ദ്രജിത്ത്, പ്രകർത്തൻ, നദികായൻ, വികമ്പനൻ മുതലായവരുമെല്ലാം യുദ്ധത്തിനായി വന്നു. അവരെയൊക്കെ യുദ്ധം ചെയ്ത് ഭഗവാൻ വധിക്കുകയും ചെയ്തു. താം യാതുധാന പ്രധനാം അശൂലചാപപാസക്തിശക്തിശത ശരതോമരഘട്ക ദുർഗാം സുഗ്രീവ ലക്ഷ്മണമരുത്തുതഗന്ധമാത നീലാംഗതക്ഷപനസാദിവിരന്നിതോഗാൻ. ഇവിടെ പറയുന്ന വാള്, ശൂലം, വില്ല്, പ്രസാദം, വൃഷ്ടി, ശക്തി ഇതൊക്കെയാണ് പഴയ ആയുധങ്ങൾ. അതുപോലെ തന്നെ അമ്പ്, വില്ല് മുതലായിട്ടതെല്ലാം എടുത്ത് ഈ പുറത്ത് ലക്ഷ്മണനും ഹനുമാനും ഗന്ധമാദനും നീലനും അംഗദനും ജാമ്പവാനും എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള യുദ്ധം രാവണനോട് കൂടിയിട്ടും രാവണ സൈന്യങ്ങളോട് കൂടിയിട്ടും ചെയ്തു. അങ്ങനെ സീതാഭികർഷഹതമംഗള രാവണേശാൻ. എവിടെ പോയിട്ട് യുദ്ധം അവസാനിച്ചു? രാവണവധത്തോടു കൂടിയിട്ട് എല്ലാ മംഗളങ്ങളും രാവണൻ്റെ നശിച്ചിരിക്കുന്നു. ഹതമംഗള, മംഗളമില്ലാത്ത രാവണൻ്റെ കഥ കഴിച്ചു. മംഗളമുള്ള രാവണനെ കഴിക്കാൻ പറ്റില്ലല്ലോ, കൊല്ലാൻ പറ്റില്ലല്ലോ. എന്താ മംഗളം ഇല്ലാണ്ടാവാൻ കാരണം? വേണ്ടാത്തത് ചെയ്തിട്ട് തന്നെ. ശ്രീ നശിച്ച രാവണൻ സാധ്യമായിട്ടുള്ള പതിപ്രദമായിട്ടുള്ള സീതയെ ഒരുപാട് ദുഃഖിപ്പിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു, ഇല്ലേ? ഹരിപത്നിയെ തൊട്ടുകൂടാമോ? ശശത്തിന് ഹരിപത്നിയെ, ശ്വാവിന് ദേവന്മാർക്ക് വെച്ച നിവേദ്യം തൊടാൻ പറ്റുമോ? പക്ഷേ തൊട്ടു രാവണൻ. അപ്പോൾ തെറ്റല്ലേ ചെയ്തത്? ഒരിക്കലും വരുതാത്ത കാര്യം ചെയ്ത
സാധ്യമായിട്ടുള്ള സീതയെ ഉപദ്രവിച്ചു. പോരാ, അനവധി ദേവഗന്ധർവ ആകെ കന്യമാരെ അവിടെ കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചു. പോരാ, സഹോദരനായിട്ടുള്ള കുബേരൻ്റെ സ്ഥാനം കൈയടക്കി, പുഷ്പക വിമാനം തട്ടിപ്പറിച്ചു. അങ്ങനെ എത്ര 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 ദ്രോഹം എത്ര ആളുകൾക്ക് ചെയ്ത ആളാ രാവണൻ. അതുകൊണ്ടാണ് എന്തുണ്ടായത്? ഹതമംഗള സർവശ്രീയും ഈ ഓരോ പ്രവൃത്തിയിൽ കൂടെ മൈനസ് ആവുകയാണ്. താൻ ആർജിച്ചിട്ടുള്ളതായിട്ടുള്ള ശ്രീയെല്ലാം ബാറ്ററിയുടെ ചാർജ് പോണ പോലെയെന്ന് വേണമെച്ചാൽ പറയാം. ആർജിച്ച് വെച്ചതായിരുന്നു, അത് നന്നായിട്ട് കൊണ്ടു നടത്തുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ കൊച്ചു നിലനിർത്താൻ പറ്റിയെന്ന് വരും. പക്ഷേ താൻ തന്നെ തൻ്റെ നാശത്തിന് വിത്ത് വിതച്ചു, വേറൊരാളുമല്ല. ഹതമംഗള രാവണേശാൻ, എല്ലാ ശ്രീയും തൻ്റെ സ്വപ്രവൃത്തിയാൽ നശിപ്പിച്ച രാവണൻ ദാ ഭഗവാനാൽ വധിക്കപ്പെട്ടു. ഒരു ഭാഗ്യമുണ്ടായി, ഭഗവാനെ കണ്ടിട്ട് മരിക്കുക. അതൊരു വലിയ ഭാഗ്യമാണ്. ഏത് വിധത്തിലും ഭഗവാനിൽ മനസ്സ് വന്നാൽ അതിൻ്റെ ഫലം മോക്ഷമാണ് അല്ലേ? കാരണം ഹിരണ്യാക്ഷനും ഹിരണ്യേശവും രാവണനും കുംഭകർണനും പിന്നെ മൂന്നാമത് ശിശുപാലനും ഇത് വിദ്വേഷ ഭക്തിയാണ് കേട്ടോ. രാവണന് വിവരമില്ലാത്ത ആളൊന്നുമല്ല. ഹതോവാ പ്രാപ്സസി സ്വർഗം, ഒന്നെങ്കിലോ ഞാൻ മരിക്കുകയാണെങ്കിൽ സ്വർഗം, എനിക്ക് ജീവിക്കുകയാണെങ്കിലോ സീതയെ അനുഭവിക്കാം യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിലോ മോക്ഷമാണ് കിട്ടുക. രണ്ടായാലും എനിക്ക് നഷ്ടമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രക്ഷപ്പതിസ്ബലനട്ടിമപേക്ഷരുട്ടരുക്കയാനകമഥാപി സസാര സസ്യം ജനേതിമതി മാതലിനോപനീതേ ബിഭ്രാജമാനമഹന നിശിതേക്ഷുരപ്രൈ. ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. നിശിതേക്ഷുരപ്രൈ മൂർച്ചയുള്ള ശരങ്ങളാൽ വധിച്ചു. അങ്ങനെ ആ പുഷ്പക വിമാനമൊക്കെ അവിടെ ഉണ്ട്. ആ പുഷ്പവിമാനത്തിൽ കയറി തിരിച്ച് അയോധ്യയിലേക്ക് വരികയും ചെയ്തു. ഇവിടെ പറയുകയാണ് രാവണൻ ചോര ഛർദ്ദിച്ച് മരിച്ചു. രാമസ്തമാക പുരീഷ എന്ന ഏറ്റവും നികൃഷ്ടകർമ്മം ചെയ്തതായിട്ടുള്ള രാവണ, ഈ ലോകത്തിൽ ആരും കേൾക്കാൻ പോലും മടിക്കുന്ന നികൃഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന രാവണ. കാന്താസമക്ഷമസതാപഹൃത, അസമക്ഷം ഞങ്ങൾ രണ്ടാളും ഇല്ലാത്തപ്പോൾ എൻ്റെ പത്നിയെ അപഹരിച്ച് ബുദ്ധിമുട്ടിച്ചുള്ള നിനക്കിതാ, അതിന് തക്കതായിട്ടുള്ള ഫലം ഞാൻ നൽകുന്നുണ്ട് ദുഷ്ട. ഈ ഫലം നീ അനുഭവിച്ചേ തീരൂ. തത്ര പശ്ചബലം അത്യജുഗുപ്സിതസ്യ, ഏറ്റവും ജുഗുപ്സമായിരിക്കുന്ന, ഏറ്റവും ശരിയല്ലാത്ത, ഏറ്റവും നീചമായ പ്രവൃത്തി ചെയ്തതായിട്ടുള്ള നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫലം. കാലം എപ്രകാരമാണോ എല്ലാ പ്രവൃത്തികൾക്കും ബലം കൊടുക്കുന്നത്, അലംഘ്യവീര്യ, കാലം എന്ന് പറഞ്ഞാൽ അലംഘ്യവീര്യനായ വിശേഷണമാണ്. അലംഘ്യവീര്യമായിരിക്കുന്ന കാലം, ആ കാലം എങ്ങനെയാണ് ദുഷ്പ്രവൃത്തി ചെയ്തവർക്ക് ബലം കൊടുക്കുന്നത്, അതുപോലെ ഫലം നിനക്ക് ഞാൻ ഇതാ പിടിച്ചോ, ഞാനിതാ നൽകുന്നു എന്ന് പറഞ്ഞ് ഏവൻഷിബന്ധനുഷി സന്ധിതമുത്സർജ ബാണം സ വജ്രമിപത ഹൃദയം വിഭേദ. ഹൃദയം പിളർന്നു എന്നർത്ഥം. തൻ്റെ ആ അസ്ത്രങ്ങൾ വില്ലിനോടുകൂടി ചേർത്ത് വെച്ച് പ്രയോഗിച്ചതോടു കൂടിയിട്ട് രാവണൻ്റെ ഹൃദയം അതൃക്ബമൻ, ചോര ഛർദ്ദിച്ച് രാവണൻ അവിടെ മറിഞ്ഞു വീണു. ഓരോരോ തല വീണ്ടും മുളച്ചു വന്നു എന്നാണ് പറയുക. ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്തി മഹാബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അഗസ്ത്യൻ ആദിത്യ ഹൃദയം മന്ത്രം ജപിച്ച് കൊടുത്തപ്പോഴേ ശരിക്ക് രണ്ടാമത് തല മുളച്ച് വരാതെ ആയുള്ളൂ. വളരെ ബുദ്ധിമുട്ടി രാവണനെ വധിക്കുക എന്നാണ് പറയണത്. അതിന് ആദിത്യ ഹൃദയം ശത്രുജയത്തിന് പറ്റിയിട്ടുള്ള മന്ത്രമാണ്. അതോടുകൂട്ടി സാധിക്കുകയും ചെയ്തു. പത്നികൾ മുഴുവനെ വിലപിച്ചു. ലങ്ക വിധവയായി, ഞങ്ങളും വിധവകളായി എന്ന് പറഞ്ഞിട്ടാണ് ലോകരാവണ രാവണൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ കരയിപ്പിക്കുന്നവൻ. അല്ല, രോദയതി ഇതി രാവണ, രമയതി ഇതി രാമ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രാമൻ, മറ്റുള്ളവരെ കരയിക്കുന്നവനോ രാവണൻ. ലോകരാവണ, ലോകത്തെ കരയിപ്പിക്കുന്ന രാവണ, ഞങ്ങളെല്ലാം വിധവകളായല്ലോ. അങ്ങനെ ആരും കരയാറില്ലേ? ഭർത്താവിനെ പറ്റി ലോകത്തെ കരയിപ്പിക്കുന്നവെന്ന് വിളിച്ച പത്നിമാരെ അങ്ങനെ പ്രവൃത്തികളാണ് ചെയ്തത്. അപ്പോൾ അവർ പോലും ഈ രാവണൻ്റെ ജനദ്രോഹം ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. സ്മരിച്ചതായിട്ടുള്ള ശരീരത്തെ ആലിംഗനം ചെയ്ത് അവരെല്ലാം കരഞ്ഞു. രാവണ, ഞങ്ങളെപ്പോഴും മൃതപ്രായരായിരിക്കണു. ഇപ്പോൾ ഞങ്ങൾ മൃതപ്രായരായി, അങ്ങ് മരിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങൾ മരിച്ചതിന് തുല്യരായി. മരിച്ചിട്ടില്ല, വിധവകൾ മരിച്ചില്ലല്ലോ, പക്ഷെ മരിച്ചതിന് തുല്യമായി. അങ്ങനെ വിഭീഷണനോട് പിതൃക്രിയ ചെയ്യാൻ പറഞ്ഞു. എല്ലാ ശത്രുതയും വിഭീഷണ, മരണം വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ
ഇനി ജ്യേഷ്ഠനോട് വിദ്വേഷം വയ്ക്കരുത്. മരണാനന്തരം വിദ്വേഷം വയ്ക്കുന്നത് പാപം മാത്രമേ. ഇടയായിട്ടൊരു കേസും കൂടി ഉണ്ടായി. മരണാനന്തരത്തിന് ആരോപണം ഉന്നയിച്ചിട്ട് ശിക്ഷ കൊടുത്തു എന്ന് കേട്ടു. ന്യൂസ് മരിച്ചുപോയ ഒരാളെ പറ്റി ആരോ പ്രസ്താവിച്ചത് മീഡിയത്തും ശിക്ഷ കൊടുത്തു അവർക്ക്. അപ്പോൾ എപ്പോഴും മരിച്ച ആളെ കുറ്റം വേണ്ടുന്ന നിയമം പോലും അംഗീകരിക്കണില്ല എന്നാണ്. ഒക്കെ വരണം വരെ വേണ്ടു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പിതൃക്രിയ ചെയ്തു, സീതയെ കണ്ടു, വികസന്മുഖ പങ്കജാം. എത്രയോ കാലമായിട്ട് സന്തോഷം എന്നതെന്ത് എന്ന് അറിയാത്തതായിട്ടുള്ള സീത രാവണവധം കേട്ട് വിടർന്ന താമര പോലെ മുഖം, വികസന്മുഖ പങ്കജാം, പിരിഞ്ഞ താമര പോലെ മുഖമാക്കി എന്ന് പറയാണ്. അതിനുശേഷം പുഷ്പക വിമാനം, ശരിക്കും കുബേരൻ്റെ ആണ് കേട്ടോ അത്. ആ കുബേരൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവന്മാരെ, ഇന്ദ്രൻ, പരമേശ്വരൻ എല്ലാവരും ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്ത് സ്തുതിച്ചു. വിമാനത്തിൽ കയറി മനോഹരമായിട്ടുള്ളൊരു മടക്കയാത്ര, സന്തോഷമായിട്ടുള്ളൊരു യാത്രയാണ്. വൈദേഹി പശ്യാമലയാ വിഭക്തം. രഘുവംശത്തിൽ വൈദേഹി നോക്കൂ, ഇവിടെയാണ് കേട്ടോ കുംഭകർണൻ വധിക്കപ്പെട്ടത്, ഇവിടെയാണ് ചിറ കെട്ടിയത്, ഇവിടെയാണ് അഗസ്ത്യാശ്രമം, അവിടെയാണ് ഭരദ്വാജാശ്രമം എന്നൊക്കെ പറഞ്ഞ് രാമൻ താഴത്തുള്ള സ്ഥലങ്ങൾ ഓരോന്ന് സീതയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷമായിട്ടുള്ള ഒരു മടക്കയാത്ര ആ വിമാനത്തിലുണ്ടായി. ഭരതൻ്റെ തപസ്സിനെക്കുറിച്ച് കേട്ടതായിട്ടുള്ള ഭഗവാൻ വേഗം ഭരതനെ വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. നിലത്ത് കിടന്ന് ജടകൾ വഹിച്ചുകൊണ്ട് അതീവ വ്രതചര്യയിലാണ് ഭരതൻ കഴിച്ചു കൂട്ടുന്നത്. വൽക്കലം ധരിച്ച ചാണകത്തിൽ കലർത്തിയ ഭക്ഷണാത്രേ കഴിക്കുക, സ്വാദ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട്. വേഗം ഭരതന് വിവരം കൊടുക്കണം. ഹനുമാൻ പോയിട്ട് വിവരം കൊടുത്തു. അയോധ്യയിലേക്ക് പ്രവേശിച്ചു. വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണരൊക്കെ വന്നിട്ട് സ്വീകരിച്ചു. നന്ദിഗ്രാമത്തിൽ വന്നിട്ട് ഭരതൻ എതിരേറ്റു. കൊടിയും കൊടിക്കൂറയും ധ്വജവും ഒക്കെ ഒന്നും കൂടി അയോധ്യയിൽ സജീവമായി. ഇതൊക്കെ ഇല്ലായിരുന്നു ഭഗവാന്റെ പോരോട് കൂടിയിട്ട്. അയോധ്യയിലേക്കാണ് പ്രവേശിച്ചോട് കൂടിയിട്ട് ആ കമ്പടി ധാരാളം ഉണ്ടായിരുന്നു. ആന, കുതിര, കാലാള്, കച്ചവടക്കാരൊക്കെ മുതലായിട്ടുള്ള ആൾക്കാർ, ധാരാളം സ്ത്രീകൾ താലമൊക്കെ എടുത്തിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് അയോധ്യാപ്രവേശം. ആ മെതിയടി ഭഗവാന്റെ കാക്കൽ സമർപ്പിച്ചു ഭരതൻ. 14 കൊല്ലം ഓരോ ദിവസവും നോക്കിത്തിരഞ്ഞ് എത്ര ദിവസം കഴിയണം 14 കൊല്ലം ആവാൻ. നിലത്ത് കിടന്ന് അത്രയും വ്രതചര്യയിൽ ജ്യേഷ്ഠൻ വല്ല സംശയവും തോന്നിയാൽ ആ മെതിയടി അവിടെ പോയി നിൽക്കും. മെതിയടി തരണ പ്രേരണ, ഏട്ടൻ പറഞ്ഞതനുസരിക്കുകയാണ് എന്ന രീതിയിലാണ് ഭരതൻ കഴിച്ചു കൂട്ടിയത് എന്ന് പറയണം. ഭരതനെ ആലിംഗനം ചെയ്തു. ആശ്ലിഷ്യ ചിരം ദൂർഭ്യാം, 2 കൈകളെ കൊണ്ടും ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഉത്തമമായിട്ടുള്ള മറ്റൊരു സഹോദര ബന്ധം അവിടെ കാണാം. കൂടെയുള്ള ലക്ഷ്മണൻ്റെ വക ഒന്ന്, ഭരതൻ്റെ വക വേറൊന്ന്. ആരാരാ മീതെ എന്ന് പറയാൻ പറ്റില്ല. അതിന് ആഘോഷത്തിൻ്റെ തിമർപ്പ്, ആലവട്ടം, വെഞ്ചാമരം, ആഘോഷങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം കൊണ്ട് സൂര്യനെ പോലെ ഭഗവാൻ പ്രകാശിച്ചു എന്ന് പറയണം. എന്നിട്ടോ ആ പത്നിമാരൊക്കെ അവിടെ വന്നു. വസിഷ്ഠൻ മുതലായിട്ട്, ജാബാരി മുതലായിട്ടുള്ള പുരോഹിതന്മാർ എല്ലാവരും വന്നു. കൗസല്യ മുതലായിട്ടൊക്കെ മരിച്ചവർ നീട്ട പോലെയാണ്, മൃതപ്രായമായിട്ടാണ് 14 കൊല്ലം അവർ കഴിച്ചു കൂട്ടിയത്. അങ്ങനെ മാലയായിട്ടും ബാക്കി അലങ്കാരങ്ങളായിട്ടും ശോഭിച്ചു. മനോഹരമായിട്ടുള്ള പട്ടാഭിഷേകം അതിഗംഭീരമായിട്ട് കൊണ്ടാടുകയും ചെയ്തു. പിന്നെ രാമരാജ്യത്തെക്കുറിച്ചങ്ങനെ വർണ്ണിക്കുകയാണ്. ത്രേതായാം വർത്തമാനായാങ്കാലകൃത സമോഭവൽ. ശരിക്കും കൃതയുഗമാണെങ്കിലും ത്രേതായുഗമാണ് അല്ലേ, രാമൻ്റെ ഭരണം ത്രേതായുഗമാണ്. കൃതസ് യുഗത്തിന് സമാനമായി ഇതാണ്. ആധിയില്ല, വ്യാധിയില്ല, ഗ്ലാനിയില്ല, നദികളിലൊക്കെ തേനും പാലും ഇഷ്ടം പോലെ ഒഴുകട്ടെ. മരിച്ച അനന്മാരെയൊക്കെ മൃതസഞ്ജീവിനി കൊണ്ട് ജീവിപ്പിച്ചു. ആർക്കും ക്ലേശമില്ല, വൈധവ്യമില്ല. നാധി, വ്യാധി, ജര, ഗ്ലാനി, ദുഃഖ, ശോക, ഭയക്ലമ അതൊക്കെ പോട്ടെ. മൃത്യു ച നിശ്ചതമാസി, മരണമില്ല, വേണ്ടാത്തവർക്ക് മരണമില്ല എന്ന് പറയണത്. രാമൻ്റെ കാലത്ത് മൃത്യു വന്നാൽ പറയും 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടി വന്നു എന്ന് പറയുക. എന്നുവെച്ചാൽ ഭക്തിയുള്ളവർക്ക് മരണമില്ലല്ലോ. വേറെ അർത്ഥത്തിലും ആവാതെ മൃത്യുശ്ച അനിശ്ചത, ആഗ്രഹിക്കാത്തവർക്ക് മരണം പോലും രാമരാജ്യത്തിനുണ്ടായിരുന്നില്ല. യമന് പേടിയാണ് രാമനെ എന്നർത്ഥം. മൃത്യു പോലും പേടിച്ചു. ഇനി അതിലും ഇത് എന്താണ് പറയാനുള്ളത്? അങ്ങനെ അതിമനോഹരമായിട്ട് ഏകപത്നി വ്രതധരോ. ആ കാലത്ത് രാജാക്കന്മാരുടെ കഥ മുഴുവനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏകപത്നി വ്രതം ഉള്ളത് രാമൻ മാത്രമേ ഉള്ളൂ. ധർമ്മപുത്രക്ക് 2 പത്നിമാരുണ്ട്, പാഞ്ചാലിക്ക് വേറെ പത്നിമാർ, ഓരോരുത്തർക്കും വേറെ പത്നിമാരുണ്ട്. എല്ലാവർക്കും കൂടി പാഞ്ചാലി, അർജുനന് സുഭദ്ര,
കൃഷ്ണൻ്റെ കാര്യം പറയാനില്ല. അന്ന് എല്ലാവർക്കും ഒന്നിലധികം പത്നിമാരുണ്ടായിരുന്നു. പക്ഷേ ഏകപത്നി വ്രതധരനായിട്ട് ശ്രീരാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അങ്ങനെ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അലക്കുകാരനും അലക്കുകാരിയും രാമൻ ഏതെങ്കിലുമൊക്കെ പോയി വന്ന സീതയെ സ്വീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്. ഉത്തരരാമായണം. ചിലർ പറയും അത് പ്രക്ഷിപ്തമാണെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ശുദ്ധയാണെന്നറിയുന്ന സീതയെ രാമൻ ലക്ഷ്മണനെ കൊണ്ട് ത്യജിപ്പിച്ചു എന്നാണ്. തനിക്ക് കൊണ്ടേ വിടാൻ വയ്യാഞ്ഞി, ഒരു രംഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലക്ഷ്മണനുണ്ടോ വേയിക്കണു? എടുത്തമ്മ എന്നും നമസ്കരിക്കുന്ന ആളാണ് ലക്ഷ്മണൻ. നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കങ്കണേ നൂപുരേത്ത വിജാനാദി ലേ നിത്യം പാദ അഭിവന്ദനാത്. ഏട്ടാ, ഈ ലക്ഷ്മണനോട് പറയണ ഈ ആഭരണങ്ങൾ സീതയുടെ ആണോ എന്ന് നോക്കൂ. മുകളിൽ നിന്ന് സീത ഇട്ടതാണല്ലോ വിമാനത്തിൽ പോകുമ്പോൾ. അത് ലക്ഷ്മണൻ പറയണം, എനിക്ക് കൈവരം കങ്കണം ചങ്ങല കർണാഭരണങ്ങൾ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എന്നും കാൽക്കൽ വന്ദിക്കുമ്പോൾ ഈ പാദസ്വരം അല്ലെങ്കിൽ ചെലമ്പ് അത് എഴുത്തിയമ്മയുടെ ആണ്. അപ്പോൾ മറ്റതും ആവണമല്ലോ. അപ്പോൾ എത്ര ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടാണ് സീതയെ കാണുന്നത്. പാദം നോക്കി നമസ്കരിക്കല്ലാണ്ട് വേറൊരു ഭാവത്തിൽ സീതയെ കാണുക എന്നത് ലക്ഷ്മണൻ്റെ കാലം ജീവനാന്തം മുഴുവൻ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ലക്ഷ്മണനോടാണ് സീത പരുഷം പറഞ്ഞത്. അപ്പോൾ എത്ര വേദന ഉണ്ടാവും ലക്ഷ്മണൻ. അതിൻ്റെ ഫലം തന്നെയാണ് സീത അനുഭവിച്ചതും. അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അടുത്ത അവതാരത്തിൽ ഞാൻ ഏട്ടനാവാം. ഏട്ടൻ അനിയനായിക്കോളൂ, ഞാൻ ഏട്ടനാവാം. ബലരാമനായിട്ട് അവതരിച്ചു. ഉണ്ടാണ്ടിരിക്കൂ കൃഷ്ണ എന്ന് എനിക്ക് പറയാലോ. ഈ വക കൊടും ക്രൂരതകളല്ലേ എന്നെ ചെയ്യിക്കണത് ഏട്ടാ. എങ്ങനെ ഞാൻ എഴുത്തമ്മയെ കാട്ടിൽ കൊണ്ടേ വിടേണ്ടി വന്നു. വാൽമീകിയുടെ അവിടെ വാൽമീകേ സ്വസ്തുതോദ്ഗാപിത ഇല്ലേ, രാമായണം അങ്ങനെ പഠിപ്പിച്ച് ആ രാമായണം പാടി ഇങ്ങനെ വരികയാണ്. അവിടുന്ന് ശരിക്കും വാൽമീകി രാമായണം തുടങ്ങണത് കേട്ടോ. ആദ്യം മുതൽക്ക് അവസാനം വരെ ശുതിമധുരമായിട്ടുള്ള സുഖത്തിൽ കുട്ടികൾ പാടി വരുമ്പോൾ രാമൻ അത്ഭുതപ്പെട്ടു. ഇത് ഏതാപ്പോൾ ഈ കുട്ടികൾ? എൻ്റെ കുട്ടികൾ തന്നെയാണ്, അതറിയണ്ടേ. സാധനം വാൽമീകി പറഞ്ഞു, ഈ കുട്ടികളെ സ്വീകരിക്കണം, സീതയും സ്വീകരിക്കണം, എനിക്ക് വല്ല ദക്ഷിണ തരുന്നുണ്ടെങ്കിൽ അതാണോ വേണ്ടത് എന്ന് പറഞ്ഞു. അതിനൊന്നും കൂടി അഗ്നിപ്രവേശം ചെയ്യേണ്ടി വരും. സീത അമ്മേന്നൊരൊറ്റ വിളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും അഗ്നിപ്രവേശമാണോ? എനിക്ക് ജീവിതം മതിയായിരിക്കണം, ഇനി വയ്യ എന്ന് പറഞ്ഞ ഭൂമിയാണ്ട് പിളർന്നു. അങ്ങനെ സീത ഭൂമിയിലേക്കാണ്ട് പോയി എന്നാണ്. അപ്പോൾ അതാണ് ദിഗ്ഗജങ്ങൾ പോലും ഏതൊരു രാമൻ്റെ യശസ്സാണ് ദിഗിബേന്ദ്ര പട്ടം ഇത് ആഭരണമാക്കി തീർത്തത്. അങ്ങനെയുള്ള പാദാംബുജം രഘുപതിം ശരണം പ്രപദ്ധ്യേ, അങ്ങനെയുള്ള പാദാംബുജത്തെ ശരണം പ്രാപിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ആ അധ്യായം രാമകഥ അവസാനിപ്പിക്കുന്നത്. ഇല്ലേ, ഏതൊരു ഭഗവാന്റെ യശസ്സാണ് ദിഗ്ഗജങ്ങൾ കൂടി ഇതാക്കിയത്. അങ്ങനെ യശസ് അലങ്കാരമാക്കി തീർത്തത്. നെറ്റിപ്പട്ടം കെട്ടിയ പോലെ ദിശാഗജങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന രാമചന്ദ്രനെ നമസ്കരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഈ രാമചരിതം ഏത് കാലം വരേക്ക് ഭൂമിയിൽ മലകളും മഴയും മറ്റു കാര്യങ്ങളും ഉണ്ടോ അത്രയും കാലം നിലനിൽക്കും എന്നും പറഞ്ഞിട്ട് ആ രാമകഥ അവസാനിപ്പിക്കുകയാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.